അപ്പോൾ അമ്മ പ്രാർത്ഥിക്കുവാണ്. പ്രാർത്ഥിച്ചപ്പോൾ യേശു പറയുവാണ്, നിന്റെ വിശ്വാസം വലുത്. അടുത്ത വാക്ക്, നീ ആഗ്രഹിക്കുന്ന പോലെ നിനക്ക് ഭവിക്കട്ടെ. വലിയ വിശ്വാസം കണ്ടപ്പോൾ യേശു പറയുവാണ്, നിന്റെ ആഗ്രഹം അതേപോലെ നടക്കുന്നു. വലിയ വിശ്വാസം, വേറൊന്നും ചോദിക്കുന്നില്ല, വേറൊന്നും പറയുന്നില്ല. വലിയൊരു വിശ്വാസം ആ വ്യക്തിയിൽ കണ്ടപ്പോൾ യേശു പറയും, നീ ആഗ്രഹിക്കുന്ന പോലെ നടക്കും. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ എന്താണ് ആഗ്രഹിക്കുന്നത്? വലിയ വിശ്വാസമുള്ളൊരു അവസ്ഥയിൽ നിന്നുകൊണ്ട് ആഗ്രഹിക്കുന്നത് ജീവിതത്തിൻ്റെ ഭാഗമാകും, അത് അനുഗ്രഹമാകും. നിങ്ങൾ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയാണോ പ്രാർത്ഥിക്കുന്നത്? വലിയ വിശ്വാസത്തോടെ കടബാധ്യത മാറാനാണോ പ്രാർത്ഥിക്കുന്നത്? വലിയ വിശ്വാസത്തോടെ ഈ അവസ്ഥ മാറണമെന്നാണോ പ്രാർത്ഥിക്കുന്നത്? ഈ രോഗം സൗഖ്യമാകണമെന്നാണോ പ്രാർത്ഥിക്കുന്നത്? വലിയ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നത് അതൊരനുഗ്രഹമായി അതേപോലെ നിനക്ക് ഭവിക്കും. ആ വാക്ക് നിങ്ങളൊന്ന് വായിച്ചേ. വലിയ വിശ്വാസം കണ്ടിട്ട് പറയുവാണ്, നീ ആഗ്രഹിക്കുന്ന പോലെ നിനക്ക് സംഭവിക്കട്ടെ. ഇവിടെ തൻ്റെ മകൾക്ക് വേണ്ടിയുള്ള അനുഗ്രഹം നേടിയെടുത്തത് ആരാണ്? ആ അനുഗ്രഹത്തെ മേടിച്ചെടുത്തത് ആ വീട്ടിലെ അമ്മയാണ്. തൻ്റെ മകൾക്ക് വേണ്ടിയുള്ള അനുഗ്രഹത്തെ മേടിച്ചെടുത്തത്. എന്നെ കേൾക്കുന്ന ഒരുപാട് പേർ അമ്മമാരാകാം, അപ്പച്ചന്മാരാകാം, സഹോദരങ്ങളാകാം. നിങ്ങൾക്ക് വേറൊരാൾക്കുള്ള അനുഗ്രഹത്തെ കൂടി നിങ്ങൾക്ക് പ്രാർത്ഥിച്ചും അവർക്കായി മേടിച്ചെടുക്കാൻ പറ്റും. ഈ അമ്മ പ്രാർത്ഥിക്കുമ്പോൾ മകൾ എവിടെയാ? മകൾ കൂടെയുണ്ടോ? മകൾ കൂടെയില്ല, മകൾ വീട്ടിലാണ്. അടുത്ത വാക്യം വായിച്ച, ആ സമയം മുതൽ അവളുടെ പുത്രി സൗഖ്യമുള്ളവളായി മാറി. ആ നിമിഷം മുതൽ അവളുടെ പുത്രി സൗഖ്യമുള്ളവളായി മാറി. പ്രിയപ്പെട്ടവരെ, മക്കൾക്കുള്ള അനുഗ്രഹത്തെ മേടിച്ചെടുത്തത് ആ അമ്മയാണ്. ഒരുപക്ഷെ എന്നെ കേൾക്കുന്ന നിങ്ങൾ ഒരപ്പനോ അമ്മയോ ആകാം, ഒരു സഹോദരനോ സഹോദരിയോ ആകാം. നിങ്ങൾ ആരുമാകട്ടെ, അപ്പൻ്റെ അമ്മയുടെ സ്ഥാനത്ത് നിൽക്കുന്നവരാകാം. നിങ്ങളുടെ വലിയ വിശ്വാസത്തോടെയുള്ള പ്രാർത്ഥനയ്ക്ക് തലമുറയ്ക്ക് വേണ്ടിയുള്ള അനുഗ്രഹത്തെ മേടിച്ചെടുക്കാൻ പറ്റും. അവർ ചിലപ്പോൾ നമ്മൾ പറയുന്നത് ഉൾക്കൊള്ളും എന്ന് ഉൾക്കൊള്ളണമെന്നില്ല. പിള്ളേരല്ലേ, ഇപ്പോഴത്തെ പ്രായമല്ലേ, അവർക്ക് ചിലപ്പോൾ നമ്മുടെ അത്രയും വിശ്വാസം ഉണ്ടായെന്ന് വരില്ല, നമ്മുടെ അത്രയും പ്രാർത്ഥന ഉണ്ടായെന്ന് വരില്ല, നമ്മുടെ അത്രയും ബോധ്യമുണ്ടായെന്ന് വരില്ല. ഒരു കാലം കഴിയുമ്പോൾ, പ്രായം കുറച്ചുകൂടെ മുന്നോട്ട് പോകുമ്പോൾ അവർക്കത് വളർന്നോളും. പക്ഷെ ഇപ്പോൾ അവരോട് നമ്മൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ കളിതമാശയായി അവരെടുക്കുമായിരിക്കാം. അവരതിനെ വലിയ കാര്യമായിട്ട് എടുക്കത്തില്ലായിരിക്കാം. ചിലപ്പോൾ അവർ ഉള്ളുകൊണ്ടൊന്നും പ്രാർത്ഥിച്ചില്ലെന്നില്ലായിരിക്കാം. സാരമില്ല, നിങ്ങൾ അറിവും അനുഭവവും ബോധ്യമുള്ള ഒരുപാട് പേരെന്നെ കേൾക്കുന്നുണ്ട്, ഒരുപാട് പേരെ ശ്രദ്ധിക്കുന്നുണ്ട്. അതുമതി. നിങ്ങൾ പ്രാർത്ഥിക്കുക, നിങ്ങൾ ദൈവസന്നിധിയിൽ കരങ്ങൾ ഉയർത്തുക, നിങ്ങൾ ദൈവസന്നിധിയിൽ നിയോഗം വെക്കുക, നിങ്ങൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുക. ഒരു തലമുറയ്ക്കുള്ള അനുഗ്രഹത്തെ മേടിച്ചെടുക്കാൻ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് പറ്റും. കരഞ്ഞപേക്ഷിച്ചു. ആ സ്ത്രീ ചിന്തിക്കുവാന്നിരിക്കട്ടെ, ഇങ്ങനെയൊക്കെ അങ്ങ് പോട്ടെ, എങ്ങനെയും പോട്ടെ, വരുന്നത് വരട്ടെ എന്ന് വിചാരിച്ചായിരുന്നെങ്കിൽ ഈ അത്ഭുതം നടക്കുമായിരുന്നോ? എന്തെങ്കിലും ആട്ടെ, ഇത്രയൊക്കെ പറഞ്ഞു കൊടുത്തു, ഉപദേശിച്ചു, ഇനി നന്നാകുന്നില്ലെങ്കിൽ പോയ വഴി പോട്ടെ അങ്ങോട്ട്, അങ്ങനെ ചിന്തിച്ചായിരുന്നെങ്കിൽ ഇവിടെ ഒന്നും നടക്കത്തില്ലായിരുന്നു. അങ്ങനെയല്ല ചിന്തിച്ചത്. യേശുവിൻ്റെ അടുത്ത് ചെന്ന് കരഞ്ഞു പ്രാർത്ഥിച്ചു. അതല്ലേ നമ്മളും